അന്വേഷണം വിരമിച്ച ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ശബരിമലയിലെ ആ സ്വർണ്ണക്കൊള്ളയുടെ പുതിയ വിവരങ്ങൾ, യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെയെന്ന അന്വേഷണം പല വഴിക്ക് നീങ്ങുകയാണ്. അതിലേറ്റവും സംശയം എത്തി നിൽക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക സൂചനകളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. മന്ത്രിയും സ്മാർട്ട് ക്രിയേഷൻസും ഒന്ന് തന്നെ എന്ന് വ്യക്തമാവുകയാണ്. സ്വർണ്ണപ്പാളി 39 ദിവസം കൈവശം വെച്ച നാഗേഷ് മന്ത്രിയുടെ ആളാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. 2019 സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ഹൈദരാബാദ് മന്ത്രിയിലേക്കാണോ എന്ന സംശയമുണ്ട്. അനന്തലക്ഷം വിവരങ്ങൾ നൽകും. അനന്തൻ, സ്മാർട്ട് ക്രിയേഷന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡാണ് മന്ത്ര എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരേ കമ്പനി തന്നെ ഈ മന്ത്രിയുടെ കേന്ദ്രത്തിലേക്കാണ് നാഗേഷ് ഇത് കൊണ്ടുപോയതെങ്കിൽ ഇത് കൃത്യമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ നിന്ന് ഇത് ഉരുക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയോ ചെയ്തു എന്ന് വ്യക്തമാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിട്ടതാണ്. അതിലേറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ 2019 ദ്വാരപാലക ശില്പങ്ങളിലെ തങ്കപ്പാളികൾ ദേവസ്വം ബോർഡ് അഴിച്ചു നൽകിയത് അത് ഏറ്റെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യമാണ്. അയാളത് നേരെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് ഹൈദരാബാദിലേക്കാണ്. ഹൈദരാബാദിൽ വെച്ച നാഗേഷ് എന്ന് പറയുന്ന ആളുടെ പക്കലാണ് കൊടുത്തത്. ഈ നാഗേഷ് ഏതാണ്ട് 39 ദിവസം ഹൈദരാബാദിൽ ഈ സ്വർണ്ണപ്പാളികൾ കൈവശം വെച്ചിരുന്നു. അതിനുശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ പാളികളുമായി നാഗേഷ് പോകുന്നത്. അപ്പോൾ ഹൈദരാബാദിൽ എന്ത് സംഭവിച്ചു എന്നിടത്താണ് എല്ലാ ദുരൂഹതകളും. കാരണം വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിയ ആ പാളി യഥാർത്ഥ പാളിയല്ല എന്നാണ് സംശയിക്കുന്നതെന്നാണ്. അപ്പോൾ നാഗേഷ് ആരാണ്? നാഗേഷ് ഹൈദരാബാദിൽ ഈ സ്വർണ്ണപ്പാളികൾ എന്തു ചെയ്തു എന്നതാണ് ചോദ്യം. അതിനു മുൻപ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന് ചെന്നൈയിൽ തന്നെ അതേ പേര്, അവരുടെ അതേ ഉടമസ്ഥന്റെ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിൽ മറ്റൊരു സ്ഥാപനം കൂടിയുണ്ട്. അത് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന സ്ഥാപനമാണ്. അത് രണ്ടും പ്രവർത്തിക്കുന്നത് ചെന്നൈയിൽ ഒരു മതിലിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ്. പക്ഷേ GST അഡ്രസ്സിൽ രണ്ട് പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ അവരുടെ ആ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസും പങ്കജ് ഭണ്ഡാരിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മന്ത്ര ക്രിയേഷൻസും അത് രണ്ടും ഒന്നാണ്, ഒരാളുടെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ ഹൈദരാബാദിൽ ഈ സ്വർണ്ണപ്പാളികൾ എത്തുമ്പോൾ എന്ത് സംഭവിച്ചിരിക്കാം എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് നമ്മൾ തേടുന്നത്. അത് മന്ത്രയിലേക്കാണ് പോകുന്നത്. ആ മന്ത്ര ചെന്നൈയിലല്ല, ഹൈദരാബാദിലാണ്. അതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള മന്ത്ര ഗോൾഡ് കോട്ടിങ്സിന് ഹൈദരാബാദിൽ ഒരു സ്ഥാപനമുണ്ട്. മന്ത്ര എന്ന പേരിൽ ഒരു ഫ്രാഞ്ചൈസി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബാംഗ്ലൂരിൽ നിന്ന് യഥാർത്ഥ സ്വർണ്ണപ്പാളി ഹൈദരാബാദിൽ നാഗേഷ് എന്നയാൾക്ക് കൈമാറുമ്പോൾ ആ നാഗേഷ് ഹൈദരാബാദിലെ ഈ മന്ത്രയിലെ ജീവനക്കാരനാണോ, ഈ മന്ത്രിയുമായി അയാൾക്ക് ബന്ധമുണ്ടോ എന്നിടത്താണ് നിർണായകമായ കാര്യങ്ങൾ. അപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ കയ്യിൽ തന്നെയാണ് യഥാർത്ഥ സ്വർണ്ണപ്പാളി എത്തിയിരിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ സ്വർണ്ണപ്പാളിയിൽ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇത് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് ഇത് ഫേസ്ബുക്കിൽ ഏപ്രിൽ 9, 2019 മന്ത്ര ഗോൾഡ് കോട്ടിംഗ് സെക്കന്ദരാബാദ് എന്ന ഒരു പോസ്റ്റാണ്. അവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഗോൾഡ് പ്ലേറ്റിംഗ് സർവീസസ്, ഗിഫ്റ്റ്സ്, പൂജ റൂം കൺസെപ്റ്റ്സ്, ടെമ്പിൾ ആർക്കിടെക്ചർ എല്ലാം ഉണ്ട്. ഗോൾഡ് പ്ലേറ്റിംഗ് ഉണ്ട്. അവർ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. 2019 ഏപ്രിൽ 9 ഈ പോസ്റ്റ്. 2019 ജൂലൈയിലാണ് ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് ഹൈദരാബാദിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് മന്ത്ര ഹൈദരാബാദ് ഫ്രാഞ്ചൈസി അവിടെയുണ്ട്. ഇതാണ് മന്ത്രയുടെ ഹൈദരാബാദിലെ അഡ്രസ്സ്. 23577/2 മിൻസ്റ്റർ റോഡ്, കൃഷ്ണനഗർ കോളനി, രാംഗോപാൽ പേട്ട്, സെക്കന്ദരാബാദ്, ഹൈദരാബാദ്. ഇതാണ് ഹൈദരാബാദിലെ ഈ മന്ത്രിയുടെ ഓഫീസിൻ്റെ പടം.